ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയൊരു സാധനം കൊണ്ടാണ് വന്നേക്കണേ. സംഭവം മാങ്ങ തന്നെയാണ്. ഇവിടെ കാട്ടു മാങ്ങ എന്ന് പറയും. നല്ല ടേസ്റ്റ് ആയിരിക്കും, പുളിയായിരിക്കും. രാവിലെ എണീച്ച് ഞാൻ വന്നിട്ടേ ഉള്ളൂ, പല്ല് പോലും തേച്ചിട്ടില്ല. അപ്പോൾ ഉണ്ട് രാവിലെ ആരോ കൊണ്ടുവന്ന് ഇത് നമ്മുടെ വീട്ടിൻ്റെ വെച്ചിട്ടുണ്ട്. വീട്ടിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അമ്മയാണോ അമ്മമ്മയാണോ മേടിച്ച് വെച്ചതെന്നറിയില്ല. രണ്ടുപേരും ഇപ്പോൾ വീട്ടിൽ കാണുന്നില്ലേ ഗൈസ്. ഞാൻ എണീറ്റപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ. സോ ഇതാണ് സാധനം. ആരോ ഒരു പകുതി ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ മേടിച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആ മണം, എൻ്റെ ഗൈസ് മണം തന്നെ മതി ഗൈസ്. വല്ലാത്തൊരു മണമാണ്. എന്നുവെച്ചാൽ നമുക്ക് മണക്കുമ്പോൾ അറിയാതൊരു പുളിയുണ്ട്, മധുരമുണ്ട്, ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ചിലതിന് നല്ല പുളി ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ തേനിൻ്റെ ടേസ്റ്റ് ഒന്നും ആയിരിക്കില്ല. ചിലവരിങ്ങനെ വിചാരിക്കും തേൻ പോലെയൊക്കെ ഉണ്ടാവും. അതൊന്നും അല്ല. ഒരാളെ പെരും കളിയാട്ടോ. ദൈവമേ കാണിച്ചുതരാം. ഓടി ഗൈസ്. മനുഷ്യന്മാർ ക്യാമറ ഉണ്ടോ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പൂച്ച ഓടുന്നത് ഇന്നാണ് കേട്ടോ കാണുന്നത്. അത് എൻ്റെ പൂച്ച, എല്ലാവരും പേടിക്കണ്ട. ഇവിടെ അത് മണ്ണി തോണ്ടി കളിക്കുക എന്തോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മുടെ ഇവിടെ നല്ല കുറേ മാവുണ്ട്. പക്ഷെ എല്ലാത്തിലും കഴിച്ചെന്ന് ഞാൻ പറയില്ല. ഇത്രയും 5-8 വർഷമായിട്ട് ദൈവമേ ഈ വീട് പൊളിക്കുന്ന തോന്നണേ. മരത്തിന്റെ മണ്ടി കയറിയിരിക്കുന്ന വന്ന് ഒരു ഒറ്റ ചാട്ടം കൊണ്ട് പുലി കയറുന്ന പോലെ കയറിയേക്കോ ഇവിടെ. ഇറങ്ങടി തോക്ക്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അവര്? മരം കയറി, വല്ലാത്തൊരു മരം കയറി കേട്ടോ ഇത്. പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ അവിടെ ഒത്തിരി മാവുണ്ട്. പക്ഷെ ഒരു 3-4 മാവുണ്ട്. അതിലൊരു 3 മാവ് എങ്ങാണ്ടേ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ ആദ്യം കഴിച്ച മാവ് ഈ വർഷം കഴിച്ചിട്ടില്ല. ഇത്രയും വർഷം കഴിക്കാത്ത മാവ് ഈ വർഷം കഴിച്ചു. അതിൻ്റെ ഒരു ട്രിക്കൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. സോ ഇന്നലത്തെ വീഡിയോക്ക് എനിക്ക് നല്ല പോലെ റെസ്പോൺസ് ഉണ്ടായിരുന്നു. നല്ല കുറേ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. സോ ഐ എം വെരി ഹാപ്പി. എനിക്ക് 1K വ്യൂസ് കിട്ടി, ഒരു സബ്സ്ക്രൈബറിനെയും കിട്ടി. അതിന് ഞാൻ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനൊരു സംഭവമൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ കൂടെ ആൾക്കാർ കാണുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് പറയാം. അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാട്ടുമാങ്ങേനെ കാണിച്ചു തരാം. കയ്യിലുള്ള കുഞ്ഞു മാങ്ങയായിരിക്കും. നിങ്ങളിവിടെ കാട്ടുമാങ്ങയ്ക്ക് എന്താ പറയുക, ഇല്ല നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ തിന്നിട്ടില്ലേ ഉണ്ടോ എന്നുള്ളതൊക്കെ പറയാം. അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ ഇത്ര നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കാട്ടുമാങ്ങ. കഴുകി കഴിച്ച് കാണിച്ചു തരാം. നമ്മുടെ ഒരു മാവാണ്. ഇതിൽ അങ്ങനെ മാങ്ങയൊന്നും ഇല്ല. കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞതിൻ്റെ മേലത്തെ പ്രാവശ്യവും വലിയൊരു മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇല്ല. നമ്മൾ ഇന്നലെ പറിച്ച 2 മാവ്. അച്ഛൻ വന്നു ഗൈസ്. കഴിക്കുന്ന ഈ മാങ്ങ ഇവിടെ നിന്നാണ്. അപ്പം അച്ഛനറിയില്ല. അപ്പം അമ്മയ്ക്ക് അറിയാൻ ചാൻസില്ല. അപ്പം അമ്മമ്മയാണ് ഇത് ചെത്തി വെച്ചേക്കണേ. അച്ഛൻ എന്താ മേടിച്ച് വീഴുന്നടാ ഇവിടെ ഈ കയ്യില് തിരിണ്ടാണ് അച്ഛൻ കൊടുന്ന ഗൈസ്. തിരിച്ച് ഓടി വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. മാങ്ങ കഴുകുന്നുണ്ട് ഗൈസ്. ഇത് നല്ല ചതഞ്ഞിട്ടുണ്ട്. എല്ലാ മാങ്ങയ്ക്കും ഒരു ചെറിയ ചതവുണ്ട്. ഒക്കെ താഴെ വീണതായിരിക്കും. കാരണം കാട്ടുമാങ്ങ നല്ല ഹൈറ്റിലായിരിക്കും ഉണ്ടാവും. അത് കാട്ട് മാങ്ങ പറിക്കുന്ന കേട്ടോ, കാട്ടിൽ നിന്ന്. സോ ഇങ്ങനെയൊക്കെ കിട്ടും. നമ്മൾ ഫൈനലി ഇതാണ് കാട്ടുമാങ്ങ. അച്ഛൻ പിന്നെ സംസാരിക്കണം, നിങ്ങൾ മൈൻഡാക്കണ്ട. ഇത് നമ്മുടെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ. ഭയങ്കര വെയിലല്ലേ. നമ്മുടെ സ്ഥലത്ത് പോയി നിന്ന് തിന്നാട്ടോ. ഇവിടെ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഒന്നാമത് ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടി തുടങ്ങാത്തൊരു കാര്യം, എന്തൊരു വെയില. അത് ഞാൻ വ്ലോഗ് എടുക്കാത്ത കാര്യം ഇവർ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് വ്ലോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. 2-3 ദിവസം മുന്നേ കളർ അടിച്ചാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ പറയണേ. ശരി എന്നാൽ നമുക്കിത് കഴിക്കാം. പിന്നെ ഇവിടെ ചതഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പുളി ഉണ്ടാവും എന്നറിയാം. എന്നാലും കഴിച്ചോളാം. അധികം പുളിയില്ല, എന്നാൽ പുളി ഉണ്ട് താനും. അങ്ങനെ ഒരു ടേസ്റ്റാണ്. കാട്ടുമാങ്ങയാണ് ഗൈസ്. നല്ല ടേസ്റ്റാണ്. ഇത്ര തിന്നാൻ പറ്റും. അണ്ടിക്ക് അടുക്കാൻ നല്ല പുളിയാണ്. അയ്യോ ഒറ്റ സംഭവം മതി ആയിപ്പോലെ. നമ്മൾ അറിയാൻ മതി. എവിടെയെന്ന് പറഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മുളയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ 2 മാവും മുളച്ചത് ഗൈസ്. എങ്ങനെയോ യാദൃശ്ചികമായിട്ട് എറിഞ്ഞത് മുളച്ചതാണ്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വലിയ കാട്ടിലും പറമ്പിലൊക്കെ കണ്ടായിരുന്നു. ചിലപ്പോൾ വന്നാലും വരും. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ
എത്രയോ സാധനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. 2-3 നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച് തൈ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ചപ്പി എറിഞ്ഞതൊക്കെയാണ്, സോറി കഴിച്ചെറിഞ്ഞതൊക്കെയാണ്. അപ്പം വീഡിയോ അത്ര തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് 106 സബ്സ്ക്രൈബേഴ്സാണ് ഇന്ന് വരയ്ക്കുള്ളത്. 107 ആയാലും ഞാൻ ഹാപ്പിയാണ്. സോ നാളെ തൊട്ട് ഈ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചാലഞ്ച് തുടങ്ങാനുണ്ട്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹായ് എന്ന് കമൻറ്റ് ഇടുക. സോ നിങ്ങൾക്ക് വേണ്ടി ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ കാണുന്നത് ബൈ ബൈ.